ഹലോ, ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനോട് താല്പര്യം തോന്നിയാൽ അവൾ പുറമേ കാണിക്കുന്ന ശരീരഭാഷയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയോട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ ആദ്യം തന്നെ അവനെ കാണുമ്പോഴത്തേക്കും ചുണ്ട് നാവ് കൊണ്ട് നനയ്ക്കാൻ വേണ്ടി തുടങ്ങും. ഇതെന്തിനാ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അട്രാക്ഷൻ തോന്നിയ പുരുഷനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പെൺകുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നന്നായിട്ട് കൂടും. അതേപോലെ തന്നെ ആ ഒരു സമയം അവൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഈ ഒരു ടെൻഷനൊക്കെ കൂടുമ്പോഴത്തേക്കും ബ്രീത്തിങ് റേറ്റ് നന്നായിട്ട് കൂടും. ആ ഒരു സമയം ചുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ഗേൾസും അവർക്ക് അട്രാക്ഷൻ തോന്നിയ ഒരു പുരുഷനെ കാണുമ്പോഴത്തേക്കും ഉടൻ തന്നെ ചുണ്ട് നാവ് കൊണ്ടിങ്ങനെ നനയ്ക്കുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ഓവറായിട്ടൊരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു പുരുഷനെ കാണുമ്പോഴത്തേക്കും ആ ഒരു സമയം തോന്നുന്നൊരു പേടി, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമതായിട്ട്, ഒരു പെൺകുട്ടിക്ക് അവൾക്ക് അട്രാക്ഷൻ തോന്നി ഒരു പുരുഷനെ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നാണമാണ്. ഗേൾസിന് അവർക്കൊരു അട്രാക്ഷൻ, ചെറുതായിട്ടൊരു അട്രാക്ഷൻ തോന്നിയാൽ മതി, പിന്നെ എപ്പോൾ ആ ഒരു പുരുഷനെ കണ്ടാലും ഉള്ളിലൊരു നാണമൊക്കെ തോന്നും. അവൻ്റെ മുമ്പിലൂടെ പിന്നെ കുണുങ്ങിയൊക്കെ ആയിരിക്കും അവൾ നടക്കുക. പിന്നെ അയാളുടെ മുമ്പിലൂടെയൊക്കെ നടന്നു പോകുകയാണെങ്കിൽ ഭയങ്കര നാണമായിരിക്കും. ഡ്രസ്സൊക്കെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ വലിച്ചൊക്കെ ഇട്ടോടെ ഇരിക്കും. അതേപോലെ തന്നെ മുടിയൊക്കെ നന്നാക്കി ഇട്ടോടെ ഇരിക്കും. അങ്ങനെ ഭയങ്കര ഒരു നാണമായിരിക്കും ആ ഒരു പെൺകുട്ടിക്ക്. ഇത് ചെറിയൊരു അട്രാക്ഷൻ തോന്നിയാലും ഗേൾസ് പൊതുവേ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി മൂന്നാമതായിട്ട്, ഒരു പെൺകുട്ടിക്ക് ഒരു അട്രാക്ഷൻ തോന്നിയ പുരുഷനെ കാണുമ്പോൾ അവൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, മാക്സിമം എല്ലാ ഗേൾസും ഇപ്പോൾ വളഞ്ഞൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ തന്നെ അവരുടെ ശരീരം പെട്ടെന്ന് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കും. അത്രയും നേരം ഭയങ്കരമായിട്ട് വളഞ്ഞ് അല്ലെങ്കിൽ ഒടിഞ്ഞ് എവിടെയെങ്കിലും വളഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവർക്ക് അട്രാക്ഷൻ തോന്നിയ ഒരു പുരുഷനെ കണ്ട ഉടൻ തന്നെ അവളുടെ ശരീരമൊക്കെ ഇങ്ങനെ വടി പോലെയാകും. അതായത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അത് വേറെ ഒന്നുമല്ല, അവൾക്ക് ആ ഒരു വ്യക്തിയോട് അട്രാക്ഷൻ തോന്നി, തിരിച്ച് ആ ഒരു വ്യക്തിക്ക് അവളോടും ഒരു അട്രാക്ഷൻ തോന്നണം എന്ന് എന്താണെങ്കിലും ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിലുണ്ടാവും. ആ ഒരു പുരുഷൻ അവളെ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ശരീരമൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ ഒരു സമയം ആ ഒരു പെൺകുട്ടി നിൽക്കുന്നത്. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി നാലാമതായിട്ട്, ഒരു പെൺകുട്ടിക്ക് അട്രാക്ഷൻ തോന്നിയ അല്ലെങ്കിൽ താല്പര്യം തോന്നിയ ഒരു പുരുഷനെ കാണുമ്പോൾ അവൾ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഫേസിൽ പല പല എക്സ്പ്രഷൻസ് കൊണ്ടുവരും എന്നതാണ്. ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു ആൺകുട്ടിനെ കണ്ടു ഒരു അട്രാക്ഷനൊക്കെ തോന്നി, അതേപോലെ തന്നെ അവന് അവളോടും തോന്നണം എന്ന് അവളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമൊക്കെ എന്താണെങ്കിലും ഉണ്ടാകും. അപ്പോൾ അവൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ് കൊണ്ട് ഇതേപോലെ പല പല ആക്ഷൻസും അല്ലെങ്കിൽ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പെൺകുട്ടി കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചുണ്ടൊക്കെ ഒന്ന് നനയ്ക്കും. ഇപ്പം ചില ഗേൾസ് ഉണ്ട്, ഇഷ്ടപ്പെട്ട ബോയ്സിനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ചുണ്ടിലൊക്കെ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും പെട്ടെന്ന് തന്നെ. അത് വേറൊന്നുമല്ല, ആ ഒരു പുരുഷൻ നോക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു സമയം അവൾ നന്നായിട്ട് ചിരിക്കും. അതായത് നിങ്ങൾ ആ ഒരു ചിരി കേൾക്കുമ്പോഴത്തേക്കും എന്താണെങ്കിലും ആ ഒരു പെൺകുട്ടീനെ നോക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവൾ പൊട്ടി ചിരിക്കുക. അതായത് ഒരു കാര്യമില്ലായിരിക്കും, അവളുടെ ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാവുകയും ചെയ്യും. എന്നിരുന്നാലും നിങ്ങളൊന്ന് നോക്കണം, അതിന് വേണ്ടിയിട്ട് ഒരാവശ്യമില്ലാതെ ഭയങ്കരമായിട്ട് പൊട്ടി ചിരിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെയാണ് കണ്ണിങ്ങനെ പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്യും. പിന്നെ റൊമാൻറ്റിക്കായിട്ട് നിങ്ങൾ നോക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നാണമായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഫേസൊക്കെ കുറച്ചൊന്ന് ചെരിച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ നേരെ നോക്കുന്നത്. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി അഞ്ചാമതായിട്ട്, ഒരു പെൺകുട്ടിക്ക് അട്രാക്ഷൻ തോന്നിയ ഒരു പുരുഷനെ കണ്ടിട്ടുണ്ട് എങ്കിൽ അവൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തലോടലാണ്. അതിപ്പോൾ എന്ത് വേണമെങ്കിലും ആവാം. ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ എന്ത് വസ്തു കിട്ടിയാലും അതിനെ പയ്യെ തലോടാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇപ്പം ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, അവളുടെ കയ്യിലൊരു പെൻസിലുണ്ട് അല്ലെങ്കിൽ ഒരു പേനയുണ്ട്. ഇനിയിപ്പോൾ ഒരു പാറക്കഷ്ണമാണെങ്കിൽ പോലും അതിനെയും ഭയങ്കര മൃദുവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റായിട്ട് ആ ഒരു പെൺകുട്ടി തലോടാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇങ്ങനെ തലോടുന്നതിൻ്റെയൊക്കെ ഇടയിലൂടെ നിങ്ങളെ നോക്കുന്നുമുണ്ടാവും. ഈ തരത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഉടൻ തന്നെ എന്തെങ്കിലും ഒരു വസ്തു കയ്യിലെടുത്തിട്ട് അതിനെ തലോടുന്നു, പിന്നെ
പയ്യെ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടൊരു അട്രാക്ഷനൊക്കെ തോന്നിയിട്ടുണ്ട് എന്നതാണ്. ഇനി ആറാമതായിട്ട് ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് മുടിയിൽ പിടുത്തമാണ്. ഈ ഒരു പോയിന്റ് പണ്ട് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് അധികം അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതായത് ഒരു പെൺകുട്ടിക്ക് ഇഷ്ടം തോന്നിയ പുരുഷനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവളുടെ മുടി ഫ്രണ്ടിലേക്ക് എടുത്തിടും, അതേപോലെ തന്നെ ബാക്കിലേക്കൊക്കെ ഇങ്ങനെ എടുത്തിട്ടോണ്ടേ ഇരിക്കും. ഇനി ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട പുരുഷനെ കാണുമ്പോഴത്തേക്കും ഗേൾസിന് പൊതുവെ ടെൻഷൻ കൂടും. അതുകൊണ്ട് തന്നെ ചില ഗേൾസ് നഖം കടിക്കാറുമുണ്ട്. നഖമൊക്കെ കടിച്ച് ഒന്ന് കുണുങ്ങിക്കൊണ്ട് നിങ്ങളെ നോക്കും. അതേപോലെ തന്നെ അവളുടെ ഫ്രണ്ട്സിനെ ഇടയ്ക്കിടയ്ക്ക് തോണ്ടും. ഇങ്ങനെയൊക്കെ ഗേൾസ് ചെയ്യാറുണ്ട്. ഇതാണ് 7th പോയിന്റ്. ഇനി 8ാമതായിട്ട് ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ താല്പര്യം തോന്നിയ പുരുഷനെ കണ്ടാൽ അവർ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ചെരിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ നോക്കുക. അതായത് ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ ഫ്രണ്ടിലൂടെ നടന്നു പോകുകയാണ്. ഈ ഒരു സമയം അവളിങ്ങനെ പയ്യെ, അതായത് തലയൊന്ന് ചെരിച്ച് ഷോൾഡറിനെ അവിടെ കൊണ്ട് മുട്ടിച്ചിട്ടായിരിക്കും നിങ്ങളെ നോക്കുക. അല്ലാതെ ഒറ്റയടിക്ക് തിരിഞ്ഞു നോക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇത് വേറെ ഒന്നുമല്ല, ആ ഒരു പെൺകുട്ടിക്ക് എന്താണെങ്കിലും നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷേ അവൾക്ക് എന്താണെങ്കിലും നിങ്ങളെ നോക്കാനും തോന്നും. ഇങ്ങനെ നോക്കുകയും ചെയ്യണം, പക്ഷെ ആകെ ഒരു ടെൻഷനുമാണ്. അതുകൊണ്ട് തന്നെ ഗേൾസ് പൊതുവെ പയ്യൊന്ന് ചെരിഞ്ഞിട്ട് തലയൊക്കെ ആ ഒരു ഷോൾഡറിനെ അവിടെ വരെ കൊണ്ടുവന്നിട്ടായിരിക്കും നിങ്ങളെ നോക്കുന്നത്. ഈ പറഞ്ഞ സൈനുകളൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ട് എന്നും വിചാരിച്ചിട്ട് അവൾക്ക് നിങ്ങളോട് പ്രണയം ഉണ്ടാകണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു അട്രാക്ഷൻ്റെ പുറമെ, അല്ലെങ്കിൽ ആ ഒരു സമയം നിങ്ങളെ കണ്ടപ്പോഴത്തേക്കും എന്തോ ഉള്ളിലൊരു താല്പര്യം തോന്നി, അതുകൊണ്ട് നോക്കുന്നതുമാവാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി എന്നും പറഞ്ഞിട്ട് അത് പ്രണയമാകണം എന്നൊന്നുമില്ല. പിന്നെ ഈ ഒരു നോട്ടം കണ്ടിന്യൂസ് ആയിട്ട്, അതായത് എന്നും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവളുടെ ഉള്ളിൽ നിങ്ങളോടൊരു പ്രണയം ഉണ്ട് എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ വീഡിയോക്ക് ഇത് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.